പ്രിയമുള്ളവരെ, രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശകൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ എങ്ങനെ പുനർജീവിപ്പിക്കുമെന്നാണ് നമ്മൾ ഈ ആരാധനാ ധ്യാനത്തിലെ പ്രതീക്ഷിക്കുന്നത്. രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശകൾ. ഞാൻ ഈ ധ്യാനത്തിൻ്റെ മൂലം പ്രാർത്ഥനയിൽ കണ്ടെടുത്തത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ജോബിൻ്റെ പുസ്തകം 14:7 വചനങ്ങൾ, 14:7, 9 വചനങ്ങൾ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 9 വചനങ്ങൾ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടിപ്പോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർത്തു ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. പ്രിസ്ലാ, അതിമനോഹരമായൊരു വചനമാണ്. നിങ്ങൾ ആ വചനം ശ്രദ്ധിക്കണം. ജോബിൻ്റെ പുസ്തകം 14:9, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും. രക്ഷാവൃക്ഷത്തിൽ പലപ്പോഴും രക്ഷയെ അഥവാ ക്രിസ്തുവിനെ ഒരു വേരിൻ്റെ സാധ്യതയായിട്ടാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഒരു വേരിൻ്റെ സാധ്യത, ഒരു വേരിൽ ക്രിസ്തു ഉണ്ട്. ഇതിനെ സാക്ഷാത്കരിക്കണം. അച്ഛനെന്താണ് വേര് എടുത്തതെന്ന് പറഞ്ഞ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ജസ്സയുടെ വേരിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ വചനങ്ങൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. ചില സമയത്ത് കെട്ടുപോകും അത്. പക്ഷേ വെള്ളം എങ്ങനെ കെട്ടുപോയാലും, ഭൂമിക്കടിയിലെ ആ വേര് കെട്ടുപോയാലും, ഏതെങ്കിലും കാലത്ത് വെള്ളത്തിൻ്റെ സാന്നിധ്യം, ഗന്ധം മതി എന്നാണ് പറയണത്, വന്നാൽ ആ വേര് വളർന്നു വരും. ഞാൻ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജസ്സെ അത്ര നല്ല മനുഷ്യനല്ലായിരുന്നു. ഈ ദാവീദിൻ്റെ അപ്പൻ ജസ്സയും അങ്ങയുടെ അപ്പൻ ഒബേദും ഒന്നും നമുക്ക് പറയത്തക്ക ക്വാളിറ്റിയുള്ള ആൾക്കാരല്ല. ചില പറയില്ലേ കൊട്ടേഷൻ ഗ്രൂപ്പാണ്. ഇപ്പം ദാവീദിന് തന്നെ അപ്പനെക്കുറിച്ച് പരോക്ഷമായി വലിയ സങ്കടങ്ങളുള്ള മനുഷ്യനാണ്. അപ്പൻ പഠിപ്പിച്ചില്ല എന്ന് പറയണതിന് പകരം അപ്പൻ എന്നെക്കുറിച്ച് വേണ്ട പോലെ പഠിപ്പിച്ചില്ല എന്ന് പറയുന്നതിന് പകരം എന്നെ കർത്താവാണ് യുദ്ധം പഠിപ്പിച്ചതെന്ന് പരോക്ഷമായിട്ട് പറയും. സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പറയും, എന്നെ യുദ്ധം പഠിപ്പിച്ചത് കർത്താവാണ്, അവൻ എൻ്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിച്ചു എന്ന് പറയും. കർത്താവിൻ്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ സാധാരണഗതിയിലെ കർത്താവ് ആരെയും പരിശീലിപ്പിക്കാറില്ല. സ്വന്തം അപ്പന്മാരും ആശാന്മാരുമാണ് പരിശീലിപ്പിക്കുന്നത്. ഇറ്റ്സ് വെരി എവിഡൻറ്റ്. ദെൻ വൈ ഡേവിഡ് അലോൺ? അതാണ് ചോദ്യം. എല്ലാ ഡേവിഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ തകർച്ചകളിലും കർത്താവിൻ്റെ കരങ്ങൾ കാണാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആധ്യാത്മികമായ ഒരു സമീപനമാണ്. ചിട്ടി തകർന്നു പോയാലും തലയാളെ നാട് വിട്ടാലും അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്നവരുണ്ട്. ഒരു വള്ളം മുങ്ങിയാലും ചില മത്സ്യത്തൊഴിലാളികൾ, വിശ്വാസമുള്ളവർ, അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ കാണും.
നമുക്കൊരു രോഗം വന്ന് നമ്മൾ കിടപ്പായി പോയി 2-3 മാസം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നാലും അവിടെയും വിശ്വാസി കർത്താവിൻ്റെ കരങ്ങൾ കാണും. എല്ലാത്തിലും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്നത്. അങ്ങനൊരു കുടുംബമായിരുന്നു ഇവരുടേത്. എല്ലാത്തിലും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്ന ഒരു കുടുംബത്തിൽ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാകുന്നത് ഒബേദിൻ്റെ കാലത്താണ്. ഒബേദ് മസിൽ പവറിൻ്റെ ആളായിരുന്നു. ഒബേദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ദാവീദിൻ്റെ അപ്പൻ, ജെസ്സയുടെ അപ്പൻ ഓബദ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അതേ പോകുമ്പോഴത്തേന് ജെസ്സയൊക്കെ ഉണ്ടായിരുന്നത്. നല്ല നല്ല മക്കളെ നോക്കിയിട്ട് അയാൾ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച് ദാവീദിനെ പോലെയുള്ള അത്ര കണ്ട് മസിൽ പവർ ഇല്ലാത്ത ആൾക്കാരെ ചപ്പാത്തി അതുപോലെ തന്നെ സവാളയൊക്കെ കൊടുത്ത് കുറേ ആടിൻ്റെ കൂടെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യും. അപ്പോൾ ഒന്നും പഠിപ്പിക്കാനും ഈ ദാവീദ് യുദ്ധഭൂമി വരുന്നത് വരെ ചട്ടന്മാർക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. അതിനെക്കുറിച്ച് എട്ടും പൊട്ടും അറിയാത്തതിന് എന്തിനാണ് ഇവിടെ കറങ്ങി നടക്കണമെന്ന രീതിയിൽ യുദ്ധഭൂമി ചെല്ലുമ്പോൾ ദാവീദിനെ ആട്ടി ഓടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടേ. ഇങ്ങനെ ആട്ടി ഓടിപ്പിക്കപ്പെട്ട ചേട്ടന്മാരും ആട്ടി ഓടിച്ച അപ്പനുമൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ദാവീദ് ജനിക്കുന്നത്. അവരുടെ ദൈവിക പരിപാലനയെക്കുറിച്ചുള്ള അറിവുകൾ കെട്ടുപോയി, ആ വേര് കെട്ടുപോയി. ചില സമയത്ത് അങ്ങനെ ഇരിക്കും ചില നമ്മുടെ കുടുംബത്തിൽ കെട്ടുപോയ വേരുകൾ. പക്ഷേ എപ്പോഴും കെട്ടുപോയ വേരുകൾ ഉള്ളവരെ, അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മേക്കെട്ട് കയറി മരണം വരെ ഇങ്ങനെ നാട്ടുഭാഷയെ പറഞ്ഞ ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പരിദേവിക്കുന്ന ആൾക്കാർ എപ്പോഴും ഓർക്കണം, ഇതെല്ലാം അക്കൗണ്ട് ചെയ്ത് മാറ്റണം. അവരുടെ അക്കൗണ്ടിലേക്കല്ല, കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക്. ഒരു വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, എല്ലാ കാലാവസ്ഥകളും ആര് കർത്താവിൻ്റെ നാമത്തിലാക്കിയെടുക്കുന്നു അവനാണ് വിശ്വാസി. കാലാവസ്ഥയിൽ മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, വസന്തകാലമുണ്ട്. പക്ഷേ എല്ലാ കാലാവസ്ഥയും അല്ലാതെ വസന്തകാലം കർത്താവിൻ്റെത്, മഴക്കാലമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളും ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രക്ഷാകുടുംബമാണ്. ആ കുടുംബത്തിൽ ഇതുപോലെ എല്ലാ കാലാവസ്ഥകളും, ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, ജീവിതത്തിൽ വരുന്ന മരണങ്ങൾ, അങ്ങനെയുള്ള ജീവിതത്തിൽ വരുന്ന തകർച്ചകൾ, ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മക്കൾ മരിക്കുന്ന അവസ്ഥകൾ, പ്രായമാകുമ്പോൾ തന്നെ ഭർത്താവ് മരിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ദാരുണമായ ദുരന്തങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ മാത്രം എടുക്കുന്ന ഒരു കുടുംബമായിരുന്നു ദാവീദിൻ്റെത്. രക്ഷാകുടുംബത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അറിയണം, രക്ഷാകുടുംബം എപ്പോഴും നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. എന്ത് സംഭവിച്ചാൽ, തകർച്ച സംഭവിച്ചാലും, വിസ എക്സ്പയറായി സമയത്ത് കയറിപ്പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റിയില്ല, ആ ജോലി പോയെന്ന് പറഞ്ഞാലും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാണുന്നവർ. ഈ രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശയാണ് ജോബ് പറയണത്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. അതാ 14:7 വൃക്ഷത്തിന്, ജോബിൻ്റെ പുസ്തകം 14:7 വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? അത് മുറിച്ച് മാറ്റപ്പെട്ടാലും അതിൻ്റെ വേര് കെട്ടുപോയാലും. വൃക്ഷത്തിന് 2 ദുരന്തങ്ങൾ സംഭവിക്കാം. ഒന്നെന്താണ്? മുറിച്ച് മാറ്റപ്പെടാം. രണ്ടാമതെന്താണ്? മുറിച്ച് മാറ്റപ്പെട്ട വൃക്ഷങ്ങളുടെ വേര് കെട്ടുപോകും. ഇങ്ങനെ കെട്ട വേരുകൾ ഭൂമിക്കടിയിൽ കിടന്നാലും എന്തെങ്കിലും കാലത്ത് ഇത്തിരി വെള്ളം അവിടെ ചെന്നാൽ അത് തളർക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവമേ, ആരാണ് നിന്നോട് സംസാരിക്കുന്നത്? ഇപ്പോഴേ കർത്താവ് യേശു ക്രിസ്തു. നീ അങ്ങനെ ചിന്തിക്കണം. എന്താ കാര്യം എന്നറിയാവോ? നിൻ്റെ അവസ്ഥ ഇപ്പോഴതാകാം, കെട്ടുപോയതുപോലെയാകാം. ഇനി ഒരു കാലത്ത് ഈ കുടുംബം കരകയറത്തില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം നീ. പക്ഷേ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിനക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ വിനയമുണ്ടെങ്കിൽ, നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നിന്റെ കാലം മുതൽ കുടുംബം ഉയർന്നു വരും. കൈയടിച്ച് കർത്താൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആദ്യമായി തന്നെ
പരിപാവനമായ ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി, എൻ്റെ പേര് ഉഷ ജോസഫ്. ഞാൻ തിരുവനന്തപുരം ജില്ല വട്ടിയൂർക്കാവിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 6/11/2022 23 ജനുവരിയിൽ വീണ്ടും പുതുക്കി. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യങ്ങളും സാധിച്ചില്ല. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയ പത്രം പോലും മുഴുവൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു കാര്യവും ചെയ്യാതെ ഉടമ്പടിയിൽ വെച്ച കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ? സാധിച്ചില്ല. 2024 ഞാൻ വീണ്ടും ഇവിടെ വന്നു. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ വീണ്ടും പോയി ഉടമ്പടി പുതുക്ക്. അവളുടെ പേര് വിനോദിനി. അവളിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒത്തിരി കടബാധ്യതയുണ്ടായിരുന്നു. ലോൺ എടുത്ത് എൻ്റെ വീട് സ്ഥലവും ജപ്തി ചെയ്യുമെന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി. ഒരു 1.5 മാസമായപ്പോഴത്തേനും എൻ്റെ സ്ഥലം നോക്കാൻ ആൾ വന്നു. 4 ലക്ഷം രൂപ വില പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന് ഓരോരുത്തർ വന്ന് 1.5 ലക്ഷം രൂപ തരാം, ഒരാവശ്യമെന്ന് കണ്ടപ്പോൾ അങ്ങനെയായി. വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 1.5 മാസമായപ്പോൾ 2-3 പാർട്ടികൾ വന്നു, സ്ഥലം നോക്കി. അത്രയും വില കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു പകുതിയെങ്കിലും കിട്ടാനിടയായി. വസ്തു വിറ്റു. അത് കഴിഞ്ഞ് കടങ്ങളെല്ലാം വീട്ടി. പിന്നെ അടുത്ത കടമ്പ എവിടെയെങ്കിലും സ്ഥലം മേടിക്കണം. അപ്പം ഞാൻ ആദ്യം താമസിച്ചിരുന്നത് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ വീണ്ടും മേടിക്കാൻ ശ്രമിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് വസ്തു മേടിക്കാൻ നോക്കി, പലയിടത്തും നോക്കി, നടക്കുന്നില്ല. ഒത്തിരി വീട്, കഴിഞ്ഞ ഓണം തൊട്ട് ഒത്തിരി വീടുകൾ കണ്ടു, ഒന്നും നടക്കുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ ഈ വിൽക്കുന്ന സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് കൊണ്ട് വസ്തുവിൻ്റെ 4 മൂലയിൽ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് വിൽപ്പന നടന്നത്. മേടിക്കാൻ വന്ന സ്ഥലത്തും എനിക്കിഷ്ടപ്പെട്ട ഒരു വീട്ടിൽ എൻ്റെ മാതാവ് കാണിച്ചു തരുന്ന വീടായിരിക്കണം ഞാൻ മേടിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിൻ്റെ 4 മൂലയിലും ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുമായിരുന്നു. അങ്ങനെ ഒത്തിരി വീടുകൾ കണ്ടിട്ട് അവസാനം എനിക്കിഷ്ടപ്പെട്ട വീട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് തിരഞ്ഞെടുത്ത് തന്നു. അവിടെ ഇപ്പോൾ താമസമായിട്ട് 1.5-2 മാസമായി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ ഇടത്തെ വിരലിന് ഭയങ്കരമായ വേദനയായിരുന്നു. ഒത്തിരി നാളായിട്ട് എനിക്കൊന്നും ആ വിരൽ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കൈ മടക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ ഭയങ്കര ജീവൻ പോകുന്നത് പോലെയുള്ള വേദന, കൈ തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ആദ്യം മെഡിസിൻ തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മെഡിസിൻ കഴിച്ചു തുടങ്ങുക, ഈ വിരലിൻ്റെ അകത്തുള്ള ഞരമ്പ് ചുരുങ്ങുന്ന അസുഖമാണ്, ഇത് കഴിച്ച് മാറിയില്ലെങ്കിൽ നമുക്ക് ആ വിരലിൻ്റെ അവിടെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ആശുപത്രിയിൽ പോകുന്നതേ പേടിയുള്ള ആളാണ് ഞാൻ. ഈ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും വിരലിൽ തേക്കുമായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ വേദന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയത് ഞാൻ അറിഞ്ഞില്ല. ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അയ്യോ എൻ്റെ വിരലിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ വേദന മാറിയെന്ന് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ 10 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ തലവേദനയുണ്ടായിരുന്നു. ഞാൻ ഇത് ഉടമ്പടിയിൽ വച്ച കാര്യമല്ല, എന്തൊക്കെ ചെയ്തിട്ടും മാറിയല്ല. ഹിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. പിന്നെ ഒരു 6 മാസം എൻ്റെ മോള് പറഞ്ഞൊരു ഗുളിക കഴിക്കാൻ പറഞ്ഞു, അത് കഴിച്ചാൽ മാറും, കഴിച്ചു മാറിയ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം തുടർച്ചയായിട്ട് ആ ഗുളിക കഴിച്ചു. എന്നിട്ടും മാറ്റമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഒന്ന് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഭയങ്കരമായ തലവേദന. ഒത്തിരി ഒച്ച കേൾക്കാൻ പാടില്ല, വിശക്കാൻ പാടില്ല. വിശന്നാൽ അപ്പം തലവേദന തുടങ്ങും. അപ്പോഴും തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉടനെ ദേഹം തിളച്ചിയും പിന്നെ എണീക്കാൻ പറ്റാത്ത കിടപ്പാവും. അന്നേരെ ഗുളിക കഴിച്ച് തലവേദന മാറ്റിയില്ലെങ്കിൽ ഭയങ്കര ഛർദിലാവും. പിന്നെ ആ ഒരു ദിവസം എനിക്ക് എണീക്കാൻ പറ്റില്ല, ഛർദിച്ച് തൊണ്ട പൊട്ടി. പിന്നെ 2-3 ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതും ഉടമ്പടിയിൽ വയ്ക്കാതെ തന്നെ എൻ്റെ അമ്മ ആ തലവേദന എനിക്ക് മാറ്റിത്തന്നു. ഇപ്പം ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ ആലപ്പുഴ വരെയൊക്കെ യാത്ര ചെയ്ത് വന്നിട്ടും എനിക്ക് തലവേദനയേ ഇല്ല. ഭക്ഷണം കഴിക്കാൻ ഉപവാസം എടുക്കും ഞാൻ വെള്ളിയാഴ്ച ദിവസം. ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കില്ല. വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്നാലും എനിക്ക് ഒരു തലവേദനയും വരാറില്ല. വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ രോഗികളെ കാണാൻ ഇവിടുന്ന് പത്രം മേടിച്ച് എല്ലാ മാസവും വരും, പത്രം മേടിച്ച് കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും. അവിടെ ചെന്ന് രോഗികളോട് ആദ്യം പറയും, ഞാൻ കൃപാസന അമ്മയുടെ അടുത്ത് ആലപ്പുഴയിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ അമ്മയെ പറ്റി പറയാനും പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനും വേണ്ടി വന്നതാണ്. ഞാൻ തരുന്ന പത്രം മേടിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആരും വേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി എനിക്കിതാ ഞാനും കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്നോട് പത്രം മേടിക്കാറ്. ഞാൻ പത്രം കൊടുക്കും, അമ്മയെപ്പറ്റി പറയും. എന്തെങ്കിലുമൊക്കെ രോഗികൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ പോകുമ്പോൾ ഒരു അമ്മ, വണ്ണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്നറിയില്ല, ഭയങ്കരമായ തടിയുള്ള ഒരമ്മ. ആ അമ്മയെ സ്ക്രീൻ വച്ച് മറച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുക. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പയ്യനാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റിയതാ? അത് അമ്മയ്ക്ക് കരൾ ചുരുങ്ങുന്ന രോഗമാണ്, ഭക്ഷണം കഴിക്കില്ല, കണ്ണ് തുറക്കില്ല, എണീറ്റിരിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയെ നോക്കാൻ പെൺമക്കളാരും ഇല്ലേ? ഇല്ല, ഞാനും അച്ഛനും കൂടെയാണ് നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിലെ അമ്മയുടെ അടുത്തുനിന്ന് വരുന്നതാണ്, ഞാൻ ഒന്ന് അമ്മയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, എനിക്ക് ഒത്തിരിയൊന്നും അറിയില്ലെങ്കിലും ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഓ ശരിയെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം എടുത്തു. ഞാൻ ആ അമ്മയെ കണ്ട് അവിടെ നിന്ന് കരഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ കണ്ണും തുറക്കൂല, ഇങ്ങനെ ഒരേ കണക്കിന് കിടക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മയിൽ വിശ്വസിച്ച് ഞാൻ ഈ ഉടമ്പടി തൈലം ഈ അമ്മയിൽ കുരിശ് വരയ്ക്കുകയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം കൊടുത്ത് അമ്മയുടെ അസുഖം ഭേദമാക്കണം, അല്ലെങ്കിൽ ഈ കിടപ്പിൽ കിടന്ന ഒരു പെൺമക്കൾ പോലും ഇല്ല നോക്കാൻ, അത് ഭയങ്കര സങ്കടമായ അവസ്ഥയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ നെറ്റിയിൽ കുരിശ് വരച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ശകലം ഉപ്പും തേനും കൂടെ ചാലിച്ച് അമ്മയ്ക്ക് കൊടുക്കട്ടെ? അപ്പം പറഞ്ഞു, അത് വേണ്ട, കടൽ ചുരുങ്ങുന്ന രോഗമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ചുമയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ കുരിശ് വരച്ചു പ്രാർത്ഥിച്ചിട്ട് മറ്റു രോഗികളെ കാണാനെല്ലാം പോയി. ഒരു റൗണ്ടെല്ലാം കഴിഞ്ഞു. അവൾക്ക് പൊതിച്ചോറ് പോയി മേടിച്ചു, കൊണ്ടുവന്ന് കൊടുത്തു. ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ 2 പേര് കൂടി ഈ അമ്മയെ താങ്ങിപ്പിടിച്ച് എണീപ്പിച്ചിരുത്തിയിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ അമ്മ എണീക്കുകയല്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ആ മോൻ പറഞ്ഞു, അതെ, ചേച്ചി വന്ന് എന്തോ പുരട്ടിയെന്ന് പറഞ്ഞു. എന്തോ പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പോയപ്പം അമ്മ കണ്ണു തുറന്നു, എന്നോട് പറഞ്ഞു ഒന്ന് എണീപ്പിച്ചിരുത്താൻ പറഞ്ഞു. അപ്പം യൂറിനെല്ലാം കിടന്നുകൊണ്ട് തന്നെ പാഡ് വെച്ച് പോകുന്ന അമ്മയാണ്. ആ അമ്മ പറഞ്ഞു, എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. ആ മകൻ പാഡ് അഴിച്ചു മാറ്റി അമ്മയ്ക്ക് ബക്കറ്റ് വെച്ച് കൊടുത്ത് യൂറിൻ പാസ് ചെയ്യുന്നത് കണ്ടു. ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. കാരണം ഞാൻ ചെയ്ത ഒരു ഇതുകൊണ്ട് ആ അമ്മ എണീക്കുകയല്ലെന്ന് പറഞ്ഞ അമ്മ എണീറ്റുമല്ലോ എന്ന് പറഞ്ഞ് മാതാവിന് നന്ദി, യേശുവയ്ക്കും നന്ദി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി രോഗികളുടെ അടുത്ത് പോയി. ഈ കഴിഞ്ഞ മാസവും വന്നിട്ട് പത്രം മേടിച്ചു, നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുത്തു. അവിടെ കിടന്ന് ഒത്തിരി രോഗികൾ ഇങ്ങോട്ട് വരുന്നു. ഞങ്ങളിവിടെ വരാനിരുന്നപ്പോൾ ഇങ്ങനെ അസുഖമായിപ്പോയി, അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞു. അവർക്കൊക്കെ വരാൻ ഞാൻ വഴി പറഞ്ഞു കൊടുത്തു. ഒരു മകന് എന്തോ ഒരു പ്രശ്നമുള്ള ഒരു മകനുണ്ടെന്ന് പറഞ്ഞ ഒരമ്മയ്ക്ക് ആ മകൻ്റെ കയ്യിൽ കാശ് രൂപം കൊടുത്തു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നും ഞാൻ വരുമ്പോൾ പ്രാർത്ഥിക്കും. വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി, ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ എല്ലാവർക്കും ഭക്ഷണം വേണ്ടുന്നവർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ സഹായം ചോദിച്ച് എൻ്റെ മുമ്പിൽ വരുന്ന ആർക്ക് വേണ്ടിയും എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ സഹായിക്കും. ഗുളികകൾ മേടിക്കാൻ പൈസയോ, പിന്നെ മാനസികരോഗ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ ബ്രെഡ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനം മേടിച്ചുകൊണ്ട് പോകും. പിന്നെ ഒരു മാനസിക കേന്ദ്രത്തിൽ ചെന്നപ്പം അവിടെ ഒരു ഇച്ചിരി പണി ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പൈസ ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ അനാഥാലയത്തിൽ പോവും, അവർക്ക് പൈസ കൊണ്ട് കൊടുക്കും. വഴിയിലെല്ലാം കാണുന്നവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ചോദിക്കുന്നവർക്ക് അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കും. അതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് ചൊരിഞ്ഞ എൻ്റെ അമ്മയ്ക്കും യേശുവയ്ക്കും 1000 നന്ദി പറയുന്നു. പേര് ഷീല. എൻ്റെ സ്ഥലം പള്ളുരുത്തി സെൻറ്റ് മേരീസ് ഇടവകയിലെ അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ് 7-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായൊരു സാഹചര്യം എൻ്റെ മകൾക്കൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. മാർച്ച് 25-ാം തീയതി മകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മകൾ മംഗളവാർത്ത ദിവസമാണ്, ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായും ഒരു കുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിക്കും,
മെയ് 2020 മെയ് 25 അവളെ കല്യാണം കഴിഞ്ഞത്. അതുപോലെ തന്നെ മെയ് 7 ഉടമ്പടി എടുത്ത് പത്രമെല്ലാം മോള് ഗർഭിണിയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞ് ഹോസ്പിറ്റലായാലും എവിടെയായാലും പത്രം കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് മെയ് 16 ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾ 6 മാസം ഗർഭിണിയാണെന്നറിഞ്ഞു. 6 ആഴ്ച ഗർഭിണിയാണെന്നറിഞ്ഞു. അതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. 3 വർഷം പല ഡോക്ടർമാരെയും കാണിച്ചു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല. ഉണ്ടായിരുന്നില്ല. വേറൊരു ചികിത്സയും ചെയ്തില്ല. അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥന പരിശുദ്ധ പാവനമായ ആൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞ്. അതിന് കോടാനും കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് നടുവിന് മുകളിൽ നിന്ന് വീണ് ഡിസ്കിന് കംപ്ലൈൻ്റായി ഓപ്പറേഷൻ പറഞ്ഞു. അത് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. ആയുർവേദം ചെയ്തു. അത് 2 വർഷമാണ് അവർ പറഞ്ഞത്. എന്നാലും കഴുത്തിനും നടുവിനും ബെൽറ്റിട്ട് ഒന്ന് മലർന്ന് കിടന്ന് ഉറങ്ങാനോ കുമ്പിട്ട് നിവർന്ന് ജോലി ചെയ്യാനോ എനിക്ക് സാധിക്കാത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന മാതാവിൻ്റെ പ്രാർത്ഥന, ആലപ്പുഴയിലിങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ ഒരു പ്രാർത്ഥനയാണ്. തീർച്ചയായും ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ച് സുഖമായി നിനക്ക് മാതാവിൻ്റെ മടിയിൽ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. 2016 ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്ന് അന്ന് മുതൽ എനിക്ക് മലർന്ന് കിടന്ന് ഉറങ്ങാനും കുമ്പിട്ട് നിവർന്ന് ജോലി ചെയ്യാനും അന്ന് മുതൽ സാധിച്ചു. ഇപ്പോൾ ഈ 2025 വരെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ ജോലികളും ചെയ്ത് സ്റ്റെയറുകൾ കയറാനും യാത്രകൾ ചെയ്യാനും എല്ലാം എനിക്ക് സാധിച്ചു. 6-7 വർഷം വരെ എനിക്ക് ആരുടെയും സഹായം വേണമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥന വെച്ച് വെളുപ്പിന് 5:30 എന്നും ഉണർന്ന് ഈ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നില്ല. പിന്നെ എനിക്ക് ഇതുവരെ രോഗസൗഖ്യം തന്നതിന് മാതാവിനോട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം പോയി പത്രം വിതരണം ചെയ്യാറുണ്ട്. എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയും. എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. എനിക്ക് ചെയ്യാൻ പറ്റിയ ഓർഫനേജിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയ എല്ലാ സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്യും. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനും മുടങ്ങാതെ പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും കിട്ടും. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തതും തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തത് അടയ്ക്കുന്നവനുമായ അവൻ പറയുന്നു, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. മറ്റാർക്കും പൂട്ടാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിനക്ക് തരുന്നു. നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും എൻ്റെ നാമം നിശ്ചയിച്ചില്ല. ഈ തുറന്നു കിടക്കുന്ന വാതിലാണ് എൻ്റെ ഈ ഉടമ്പടി. എൻ്റെ മരണം വരെ ഈ ഉടമ്പടിയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് നൈസി. ഞാൻ ഫാത്തിമ മാത കൊരട്ടി ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ 2019 മാർച്ച് 4 ഉടമ്പടി എടുത്തത്. 2020 ജനുവരി മാസം എനിക്കൊരു കാലുവേദന വന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം. അങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു കാലിലൊരു സയാറ്റിക് നെർവിൻ്റെ പെയിനാണ്, അത് കുഴപ്പമില്ല, പക്ഷെ വയറിലെന്തോ ഒന്ന് കാണുന്നുണ്ട്, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അഭിപ്രായം അറിയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് ബ്ലീഡിങ് ആയി, അത് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു വയറ്റിലൊരു സിസ്റ്റ് ഉണ്ട്, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ കളയണം, വലുതാവുന്നുണ്ട്, ക്യാൻസറസ് ആണോ എന്ന് അറിയില്ല, അത് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമിച്ചു. മാതാവിൻ്റെ അടുത്ത് കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. എന്നും ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടുമായിരുന്നു.
തേൻ കഴിക്കുമായിരുന്നു, നേർച്ച വസ്തുവായി ഉപ്പ് എൻ്റെ ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുമായിരുന്നു. അങ്ങനെ മാതാവിനോട് കാര്യമായി തന്നെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ഈ സിസ്റ്റ് കാണരുത്, ഓപ്പറേഷന് ചെല്ലുമ്പോൾ എനിക്ക് ഈ സിസ്റ്റ് കാണരുത്, അത് പൂർണ്ണമായിട്ടും മാറിയിരിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ്റെ ദിവസം അന്ന് രാവിലെ ഞങ്ങൾ ചെന്നു, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവും അമ്മയും നിർബന്ധിച്ചു ഞങ്ങൾക്കൊരു സ്കാൻ കൂടി ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയതാണല്ലോ, നിങ്ങളുടെ പൈസ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് എന്തായാലും സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു, ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞു സിസ്റ്റ് കാണാനില്ല. സിസ്റ്റ് എവിടെ പോയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും സീനിയർ ഡോക്ടറെ വിളിച്ചു, അവർ വന്ന് സ്കാൻ ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം സ്കാൻ ചെയ്തു. എന്നിട്ടാണ് അവർ ഉറപ്പിച്ചത് സിസ്റ്റ് ഇല്ല. എന്താ പറ്റിയെന്ന് അവർക്കറിയില്ല, സിസ്റ്റ് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കൃപാസനം മാതാവ് മാറ്റിയതാണ് എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എൻ്റെ കുഞ്ഞുണ്ടായതാണ് രണ്ടാമത്തെ സാക്ഷ്യം. ഇതിനിടയിൽ വേറൊരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് UK പോകാനുള്ളൊരു കൃപ മാതാവ് തന്നു. എൻ്റെ കസിൻ UK പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലോ എൻ്റെ ജീവിതത്തിലോ ഇതുവരെയായിട്ടും ഞാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പുറം രാജ്യങ്ങളിൽ ഞാൻ പോയി പഠിക്കും, അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരാഗ്രഹമായിരുന്നു. അത് മാതാവ് എങ്ങനെയോ അങ്ങനെ തന്നു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതമായി എന്നെ അവിടെ എത്തിച്ചു. അവിടെ വെച്ചായിരുന്നു കുഞ്ഞുണ്ടായത്. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, അമ്മ മംഗളവാർത്ത ദിവസം പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിശ്വസിച്ചു, നിനക്ക് കുഞ്ഞുണ്ട്. 3 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞുണ്ടായത്. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അങ്ങനെ കുഞ്ഞുണ്ടായി. മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു.